ഇവിടെ ഇവൾക്ക് നോൺ വെജ് കഴിക്കാനായിട്ട് വല്ലാത്ത ആഗ്രഹമായിരിക്കും. പക്ഷെ അതേസമയം ഇവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു പ്യൂർ വെജിറ്റേറിയൻ ആണ്. അതുകൊണ്ട് തന്നെ ഇവള് കല്യാണത്തിന് ശേഷം നോൺ വെജ് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഏകദേശം 2 വർഷമായിട്ട് വെറും വെജിറ്റബിൾസ് മാത്രമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവള് കിട്ടുന്ന ചാൻസ് എല്ലാം ഹസ്ബൻഡ് അറിയാതെ നോൺ വെജ് കഴിക്കാൻ നോക്കണം. പക്ഷെ ഓരോ തവണ ഫെയിൽ ആയി പോകുന്നുണ്ടാവും. ഇനി ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാന്ന് വിചാരിച്ചാൽ ഇവൾ താമസിക്കുന്ന കോളനി മുഴുവൻ വെജിറ്റേറിയൻ ആണ്. അതുകൊണ്ട് തന്നെ ഗേറ്റ് താണ്ടി വരുന്ന ഓരോ ഫുഡിനെയും ചെക്ക് ചെയ്തായിരിക്കും അയക്കുന്നുണ്ടാവുക. അതേസമയം ഇവളുടെ ബോഡി ആണെങ്കിൽ നോൺ വെജ് കഴിക്കാതെ വല്ലാതെ വീക്ക് ആയിട്ടുണ്ടാവും. സോ ഇവളൊരു ഡോക്ടറെ കാണിക്കാൻ പോയാൽ ആ ഡോക്ടർ ആണെങ്കിൽ ദിവസം ഓരോ മുട്ട കഴിക്കാൻ സജസ്റ്റ് ചെയ്യും. എന്നാൽ ഇത് ഇവൾ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ അവനാണെങ്കിൽ അത് സമ്മതിക്കില്ല. പകരം ആയുർവേദിക് മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കുകയാണ്. പക്ഷെ അതേസമയം ഇവളാണെങ്കിൽ അവൻ അറിയാതെ ഒരു സെറ്റ് മുട്ട വാങ്ങിച്ച് വീട്ടിൽ അവിടെ ഇവിടെയായിട്ട് ഒളിപ്പിച്ചു വെക്കും. എന്നിട്ട് ഇവള് വീട്ടിൽ ഒറ്റയ്ക്കുള്ള സമയം നോക്കി ഓരോന്നിട്ട് കഴിക്കാൻ തുടങ്ങുകയാണ്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസമുള്ള ഹസ്ബൻഡ് ആണെങ്കിൽ അത് കണ്ടെത്തും. ജസ്റ്റ് ആ മുട്ട കഴിച്ചുകൊണ്ട് തന്നെ ഇവളൊരു കുറ്റവാളി ഇവളെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇവരുടെ 3ാമത്തെ വെഡിങ് ആനിവേഴ്സറിയും വരികയാണ്. അതിന് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാം വിളിച്ച് വലുതായിട്ട് ആഘോഷിക്കുകയാണ്. പക്ഷെ അവിടെ ഹീറോയിനാണെങ്കിൽ അറിയാതെ ഒരു എക്സ്ട്രാ പൂരി കഴിച്ചിട്ടുണ്ടാകും. അതിന് അവനാണെങ്കിൽ അത്ര പേരുടെ ഉന്നയിച്ച് ഹീറോയിൻ ചീത്ത പറയാണ്. ഇതിൽ ദേഷ്യപ്പെടുന്ന ഹീറോയിനാണെങ്കിൽ കഴിക്കേണ്ടത് ഓരോരുത്തരുടെ അവകാശമാണെന്ന് പറഞ്ഞ അടുത്ത ഒരു ഫുഡ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കും. അവിടെ ഇവൾക്ക് ഇഷ്ടമുള്ള എല്ലാ നോൺ വെജ് ഐറ്റംസും അവന്റെ കൺമുന്നിൽ വെച്ചുകൊണ്ട് ഇവളുടെ ആഗ്രഹം തീരുവോളം തിന്നു തീർക്കും. ഇവിടെ ഹീറോയിൻ ചെയ്ത് ശരിയാണോ അല്ലോ എന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.